ലോകം ഇബ്രാഹിം അലൈഹിസ്സലാമയെ അനുസ്മരിക്കുന്ന ഘട്ടമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം വളരെ വിശദമായി തന്നെ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമയെ ആശങ്കപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങൾ അക്കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ ആശങ്കപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ചില പോയിന്റുകളൊക്കെ നമ്മുടെ മനോമുഖരങ്ങളിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ ചരിത്രത്തെ കേവലം ഒരു കേൾവി എന്നതിൻ്റെ അപ്പുറത്ത് അതിനെ ഒരു ഗുരുനാഥനും ഗുണപാഠങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സംവിധാനവുമായി വിചാരിച്ചുകൊണ്ട് ചരിത്രങ്ങൾ കേൾക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആ പറഞ്ഞത് അങ്ങനെ തന്നെ അവർക്ക് ലഭിച്ചു കൊള്ളണം എന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ആശങ്കപ്പെട്ടത് ദുന്യാവുമായി ബന്ധപ്പെട്ട ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിലല്ല. ദുന്യാവുമായി ബന്ധപ്പെട്ട ജീവിതത്തെ കുറിച്ച് ആശങ്കകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ 17-ാം വയസ്സിൽ, ചരിത്രത്തിൻ്റെ ഒരു വായന പ്രകാരം തൻ്റെ 17-ാം വയസ്സിൽ അദ്ദേഹം വളരെ ശക്തമായി പ്രബോധന വീതിയിലേക്ക് എടുത്തു ചാടിയിട്ടുണ്ട്. നമ്മൾ സഫുകളൊന്നും ക്രമീകരിച്ചിരിക്കാം. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെ, ഇരുത്തത്തിന് വലിയ പ്രശ്നമില്ലാത്തവർ ഒന്നും ക്രമീകരിച്ചിരിക്കാം. സഫിൻ്റെ ഒരു പൂർത്തീകരണം നമ്മുടെ പുണ്യത്തിൻ്റെ പൂർത്തീകരണമാണ്. മാത്രമല്ല ദീനിയായ വിഷയങ്ങൾ പഠിക്കുന്നിടത്ത് അതിനൊരു പ്രാധാന്യമുണ്ട്. ഇടയ്ക്ക് പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ ആണ് അവർക്ക് ഇത്ര ധാരണ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ കയറി ഇരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള വിഷമമൊന്നും ആവശ്യമില്ല. ഞാൻ അതിൻ്റെ ഒരു ദീനി വശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. സാധാരണ ഞാനൊരു 3 മാസം കൂടുമ്പോൾ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ പുതിയതായിട്ട് പറയണല്ലോ, നിങ്ങൾക്ക് വിഷമം ആവശ്യമില്ല. അതായത് ഇപ്പം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എങ്ങനെയാണ്, അവർക്ക് എഴുത്തുമായൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഹദീസുകളൊക്കെ അവർ പൂർണ്ണമായും ഹിഫ്ളാക്കിയിട്ടുണ്ട്. ഒക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആംഗ്യം പോലും നബി ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ അവർ ഓർത്തെടുത്ത് പറയും. അതിൻ്റെ കാരണം പറഞ്ഞെടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് അവർ ദീനി മജ്ലിസിൽ അവർ കാണിച്ചിരുന്ന ശ്രദ്ധയാണ് എന്നാണ്, സൂക്ഷ്മതയാണ് അതിൻ്റെ കാരണം എന്നാണ് അതിൽ ഒരു കാരണം പറയുന്നത്. അപ്പം നമ്മളിവിടെ വന്നാൽ നമുക്കൊന്നും തൂങ്ങിയുറക്കൊന്നും വരാതെ ശരിക്ക് വിഷയം പഠിയുന്നിടത്ത് എന്തിന് റോളുണ്ട്, നമ്മൾ സഫ് പിടിക്കുന്നിടത്ത് റോളുണ്ട്. അപ്പോൾ വന്നിരിക്കുമ്പോൾ തന്നെ ആ നിയ്യത്തിലിരുന്നാൽ മതി. അപ്പം എന്ത് ചെയ്യും, നന്മകൾ പഠിക്കാൻ മുന്നിട്ട് വരുന്ന ആളുകളെ അള്ളാഹു പ്രത്യേകം അവരോട് കാരുണ്യം കാണിക്കുന്നതാണ്. അതിൽ മടി കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അനുഗ്രഹം കൊടുക്കുന്നിടത്തും മടി കാണിക്കുന്നതാണ്. തിരിഞ്ഞു പോണവരെ അള്ളാഹു തിരിച്ചു കളയുന്നതാണ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് ക്ലച്ച് പിടിക്കാത്തതിന്റെ ഒരു കാരണം ചിലപ്പോൾ ഇങ്ങനത്തെ ചില സൂക്ഷ്മത പ്രശ്നങ്ങളായിരിക്കും. അത് ശ്രദ്ധിക്കണം. എന്നാൽ ഊരവേദന ഉള്ളവര്, വാർദ്ധക്യ സഹജമായ പ്രശ്നമുള്ളവര്, വാർദ്ധക്യമൊന്നും ആകണ്ട, നല്ല ചെറുപ്പക്കാരനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും, അവർക്ക് ഇരിക്കണതിനൊരു പ്രശ്നമല്ല. ഞാൻ സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം ഇരിക്കട്ടെ. ഏതായാലും ദുന്യാവിനെ കുറിച്ച് ആശങ്കകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും അദ്ദേഹം എന്തുമായിരുന്നില്ല, ഏറ്റവും ഏകാധിപതിയായ ഒരു ചക്രവർത്തി നിലനിൽക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹം ഈ പ്രബോധനവുമായി വരില്ലായിരുന്നു. അദ്ദേഹം ആ രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനത്തെയോ അല്ലെങ്കിൽ ഭരണ രംഗത്തെ ഏകാധിപത്യത്തെയോ ഒന്നും അല്ലാതെ എതിർത്തത്. അദ്ദേഹം എതിർത്തത് അമ്പിയാക്കൾ മുഴുവൻ, ചരിത്രത്തിൽ മുഴുവൻ എല്ലാവരും ഒരേപോലെ ഉയർത്തിയ വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നബിയെ, അങ്ങയെയും ഭൂമിയിൽ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരെയും നമ്മൾ നിയോഗിച്ചത് ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് പറയാൻ വേണ്ടിയാണെന്നാണ്. അപ്പം ആ വിഷയം തന്നെയാണ് അദ്ദേഹം ഉയർത്തിയത്. ആ വിഷയം ഉയർത്തി അദ്ദേഹം ചെന്നപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ശക്തമായ പ്രഹരങ്ങൾ ഏറ്റിട്ടുണ്ട്. ഒന്നാമത് സംഭവിച്ചത് എന്താ? അദ്ദേഹം ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, പടച്ചോനെ മാത്രമേ വിളിക്കാവൂ, വേറെ ആരെയും വിളിക്കരുത്. ഞാൻ ഒന്നാമത് പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നുകൂടി പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആശങ്കയിലായ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പേടിച്ച, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഷമിച്ച കുറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഒന്നുപോലും ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ആശങ്കകളൊക്കെ പലപ്പോഴും ദുന്യാവുമായി ബന്ധപ്പെട്ടതാണ്. ദുന്യാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ
ആശങ്കപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹമെങ്കിൽ അദ്ദേഹം ഇറങ്ങിയ രീതി നമുക്കറിയാം. 17 വയസ്സാണ് ചരിത്രത്തിലെ വായന അനുസരിച്ച് അദ്ദേഹത്തിന് പ്രവാചകനാകുമ്പോഴുള്ള പ്രായം. ഒരു +1 അല്ലെ, +1കാരന്റെ ഒരു +1 പൂർത്തീകരിക്കുന്ന പ്രായത്തിൽ ഇറങ്ങിയതാണ്. അന്ന് അദ്ദേഹം ചെയ്തത്, ആ നാട്ടിൽ ജനങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു. സ്വന്തം ഉപ്പ വിഗ്രഹാരാധകനായിരുന്നു എന്ന് മാത്രമല്ല, വിഗ്രഹത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു. അവിടുന്നാണ് അദ്ദേഹം തുടങ്ങിയത്. ആദ്യം ഉപ്പാന്റെ അടുത്താണ് തുടങ്ങിയത്. യാ അബത്തി ലിമ തഅബുദു മാ ലാ തസ്മഉ വലാ തുബ്സി, പിതാവേ, കേൾക്കാത്ത കാണാത്ത ഒരു പടച്ചോൻ വ്യക്തിനെ, എന്താ, വിഗ്രഹങ്ങളെ, കല്ലുകളെ അങ്ങ് ആരാധിക്കുന്നത് എന്തിനാണ് എന്നാണ് ആരംഭിച്ചത്. അന്ന് പുറത്താക്കി വീട്ടിൽ നിന്ന്. അന്ന് അദ്ദേഹത്തെ പുറത്താക്കി, അല്ലെ. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി തീക്കുണ്ടാരം തയ്യാറാക്കി. ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ആശങ്കപ്പെട്ടത് ദുന്യാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേ അല്ല. കഞ്ഞികുടി മുട്ടുവോ, കച്ചവടം പൊളിയോ, എൻ്റെ വീട് നശിപ്പിക്കോ, ഞാൻ രോഗിയായി മാറോ, എനിക്ക് കല്ലേറ് കൊള്ളോ, ഇതൊന്നും ആയിരുന്നില്ല അവരുടെ വിഷയം, അദ്ദേഹത്തിന്റെ വിഷയം. മറിച്ച് വളരെ ബുദ്ധിപരമായി അദ്ദേഹം ആ ജനതയെ ഉത്ബോധിപ്പിച്ച് മുന്നോട്ട് പോയ പ്രവാചകനായിട്ട് പോലും അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ വ്യക്തിപരമായിരുന്നു, പക്ഷേ അത് പരലോകവുമായി ബന്ധപ്പെട്ടതായിരുന്നു. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പക്ഷേ അങ്ങനെ സങ്കടപ്പെടേണ്ടുന്ന ഒരവസ്ഥയിലുള്ളൊരു വ്യക്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുക അല്ല തന്നെയാണ്. കാരണം അത്രയും വലിയ അംഗീകാരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താ, വെറും ഒരു വിഗ്രഹാരാധകന്റെ മകനായിടത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ എന്താക്കി മാറ്റി? നബിയാക്കി മാറ്റി. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. അദ്ദേഹം പ്രവാചകൻ, ഒരു നബിയായിരുന്നു. ഇനി അവിടുന്ന് അദ്ദേഹത്തെ റസൂലാക്കി. റസൂലാക്കുമ്പോ എന്താണ്? സ്വതന്ത്രമായ, നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്വതന്ത്രമായ ശരീഅത്ത് അദ്ദേഹത്തിന് കിട്ടി, വേദം അദ്ദേഹത്തിന് കിട്ടി. സുഹ്ഫ് ഇബ്രാഹിം വ മൂസ എന്ന് പറയുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സുഹ്ഫിനെ കുറിച്ച്, ഏടിനെ കുറിച്ച് നമ്മൾ നിരന്തരം ഖുർആനിൽ ഓതുന്നുണ്ട്. ഇനി അവിടെ തീർന്നില്ല. അദ്ദേഹത്തെ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലുൽ അസ്മുകളിൽ ഉൾപ്പെടുത്തി. ഉലുൽ അസ്മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ. പിന്നെ വഅഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹിം വമൂസ വഈസ ഇബ്നു മറിയം വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീള. ശക്തമായ കരാറുകൾ വാങ്ങി. എന്ത് സന്ദർഭങ്ങൾ ഉണ്ടെങ്കിലും ആ സന്ദർഭങ്ങൾ മുഴുവൻ അതിജീവിച്ച് അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഉലുൽ അസ്മുകൾ എന്ന് ദൃഢനിശ്ചയമുള്ളവർ എന്ന ഗണത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരാണ് ഉലുൽ അസ്മുകൾ. അപ്പോൾ ഉലുൽ അസ്മുകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. അവിടെയും നിൽക്കുന്നില്ല. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത്ത സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ സൃഷ്ടി രഹസ്യങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. മാത്രല്ല, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഒരു ജനതയുടെ ഉത്തരവാദിത്തം, ഒരു നാട് മുഴുവൻ ചെയ്യേണ്ട, ഒരു രാജ്യം മുഴുവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് അദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. അവിടെയും നിൽക്കുന്നില്ല. അദ്ദേഹത്തെ ഇമാമാക്കി മാറ്റി. ഇനി ജാഇലുക ലിന്നാസി ഇമാമ, ജനങ്ങൾക്കുള്ള ഇമാമാക്കി അങ്ങയെ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മാത്രല്ല, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമി അള്ളാഹു കൂട്ടുകാരനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ലഖദ് കാന ഫി ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അംഗീകാരങ്ങളിലൂടെ അള്ളാഹു സ്വീകരിച്ച വ്യക്തിയായിരുന്നു, അള്ളാഹു ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മാത്രല്ല, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ച വഴിയെ ഒഴിവാക്കുന്നവൻ വിഡ്ഢിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായി പറഞ്ഞു. മാത്രല്ല, വിശ്വാസികളുടെ ചുണ്ടറ്റത്ത് ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേര്, ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കണം. അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഒരു മിനിറ്റ് എടുത്താൽ ഓരോ മിനിറ്റിലും കോടിക്കണക്കിന് ആളുകൾ ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറയുകയും അദ്ദേഹത്തെ അനുസ്മരിക്കുകയും
മാതൃകകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സാഹചര്യം യഥാർത്ഥത്തിലുണ്ട്. അദ്കാർ സ്വബാഹിലുള്ള പ്രദോഷത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥനയിൽപ്പെട്ട ഒരു ഭാഗമാണ് എന്താ അസ്ബഹന അലാ ഫിത്രത്തുൽ ഇസ്ലാം. നമ്മൾ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിൽ എന്താണ് പ്രഭാതത്തിലായിരിക്കുകയാണ്. നമ്മൾ ഇരുമുടിക്കെട്ടും കൊണ്ട് ശബരിമലയുടെ പടികൾ ചവിട്ടുന്ന ആളോ, അല്ലെങ്കിൽ ഒഴുകിയെത്തുന്ന ഗംഗയിലൂടെ ഒഴുകിയെത്തുന്ന ശവം കഴിക്കുന്നത് മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി സ്വീകരിക്കപ്പെടുന്ന ആളോ, അല്ലെങ്കിൽ വിവസ്ത്രനായ വ്യക്തിക്കു ചുറ്റും ആരാധനയുടെ ആത്മീയത പ്രകടിപ്പിക്കുന്ന ആളോ, അതുമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ മനുഷ്യന്റെ പ്രകൃതങ്ങൾക്കും രീതികൾക്കും വിരുദ്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ചടങ്ങുകളും സ്വീകരിക്കുന്ന ആളോ ഒന്നുമല്ല. അസ്ബഹന അലാ ഫിത്രത്തുൽ ഇസ്ലാം, ശുദ്ധ പ്രകൃതത്തിൽ നമ്മൾ വിശ്വാസം സ്വീകരിച്ച് അതിന്റെ വഴിയിലേക്ക് എത്തിയിരിക്കുന്നു. വഅലാ കലിമത്തുൽ ഇഖ്ലാസ്, തൗഹീദിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വഅലാ ദീനി നബീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യപ്രവാചകന്റെ ദീനിലായി കൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മൾ ജീവിക്കുന്നു. വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും ശിർക്കിന്റെ വഴിയിലേക്ക് പോയിട്ടില്ലാത്ത ഋജുമാനസ്കനായ ശരിയായ വിശ്വാസത്തെയും നിലപാടുകളെയും പുലർത്തിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മതത്തിലാണ് നമ്മളുള്ളത്, മില്ലത്തിലാണ് നമ്മളുള്ളത്. നോക്കൂ നിങ്ങൾ, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ലോകത്തെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. ഓരോ വ്യക്തിയെ നിസ്കരിക്കുമ്പോ നമ്മൾ പറയേണ്ട അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി. അവിടെയൊക്കെ ഉണ്ട് പ്രാർത്ഥന, അദ്ദേഹത്തിന് നീ അനുഗ്രഹിക്കണേ, ബർക്കത്ത് ചൊരിയണേ എന്നൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, ഇങ്ങനെ ഓരോ നിമിഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നിരന്തര അനുസ്മരണങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷെ അദ്ദേഹത്തിനും ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് ഇത്രയും അംഗീകരിക്കപ്പെട്ട വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിനും ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ആ ആശങ്കകളൊന്നും ദുന്യാവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല, സാമ്പത്തികമായിരുന്നില്ല, ആരോഗ്യമായിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. ആ ആശങ്കകൾ മുഴുവൻ പരലോകവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിലൊരാശങ്കയാണ് ഞാനിവിടെ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ വചനം. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെ പറയാണ്, പടച്ചോനെ, പരലോകത്ത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് എന്നെ നീ വഷളാക്കല്ലേ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അന്ന് മക്കളും സമ്പത്തും ഒന്നും ഉപകാരപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഋജുമാനസ്കനായി സലീമായ കൽബുമായി അള്ളാഹുവിന്റെ മുന്നിൽ വരുന്നവൻ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ അദ്ദേഹത്തിന്റെ നൊമ്പരം റബ്ബിനോട് പറയാണ്, പടച്ചോനെ, എന്നെ നീ പരലോകത്ത് വഷളാക്കല്ലേ. അപ്പൊ പരലോകം, ഹിസാബ് എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് പഠിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ അത്തരം ഒരു ആശങ്ക ഉള്ളിലേക്ക് കിട്ടുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ ഈദിലേക്ക് പ്രവേശിക്കണം. നമ്മളെ തിങ്കളാണ് കേരളം മുഴുവൻ, ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലൊക്കെ അൽഹംദുലില്ലാ തിങ്കളാണ് നമുക്ക് പെരുന്നാള്. അപ്പൊ ആ പെരുന്നാള് പിന്നെ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ദുൽഹിജ്ജ 10 അന്ന് ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടും മുമ്പ് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ ഉൾക്കൊണ്ടോ എന്ന ചോദ്യം ഉയർത്തുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ആശങ്ക ഉണ്ടോ? പരലോകം വരാണ്ട്, അവിടെ ഒരു വിചാരണ വരാണ്ട്, അവിടെ കാര്യങ്ങൾ നേരിടാനുണ്ട് എന്നൊരു ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ലൗ കുൻതു ശാതൻ ഫി അഹ്ലി ബൈതി, എന്റെ വീട്ടിലെ ആട്ടിൻ കുഞ്ഞായി ഞാൻ മാറിയിരുന്നെങ്കിൽ. കാരണം എന്താ? ആട്ടിൻ കുഞ്ഞായി നിനക്കൊരു ടെൻഷനും ഇല്ല, ആളുകൾ വരും, നിന്നെ അറുത്തു പൊരിച്ച് തിന്നും, ഹലാസ് കഴിഞ്ഞു. നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടിയതിന് കൊമ്പില്ലാത്ത ആട്ടിൻ കുഞ്ഞിനോട് കൊമ്പുള്ള ആട്ടിൻ കുഞ്ഞ് ക്രൂരത കാണിച്ചുവെങ്കിൽ കൊമ്പ് ഇല്ലാത്ത ആട്ടിൻ കുഞ്ഞിന് കൊമ്പ് കൊടുത്ത് തിരിച്ചു കുത്തിച്ച് നിങ്ങളെല്ലാവരും മണ്ണാകൂന്ന് പറയും. നിങ്ങളുടെ അവിടെ തീരും, നമ്മളുടെ അവിടെ തീരൂല അല്ലേ? ആരാണ്? ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ് ഈ പറയണത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പക്ഷിക്കുഞ്ഞിനെ നോക്കിയിട്ട്, യാ തയ്റു അൻത തുതീറു മിൻ ഷജറത്തിൻ ഇലാ ഷജറ, നീ ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിലേക്ക് പാറിക്കളിക്കുകയാണ്.
നിനക്കൊരു പ്രശ്നമല്ല. ലൗ കുന്തു തൈറൻ, ഞാൻ ആ പക്ഷിയായിരുന്നെങ്കിൽ. അങ്ങനത്തെ ഒരു മനോനിലയിലേക്ക് അവരെത്തുന്നത് എന്തുകൊണ്ടാണ്? ഭർത്താവ് മരിച്ചു എന്ന് കേൾക്കുമ്പോ മക്കളോട് നിങ്ങൾക്കിതിൽ ചപ്പാത്തി ചുടാനുള്ള അല്ലെങ്കിൽ ഗോതമ്പ് അപ്പം ചുടാനുള്ള ഗോതമ്പ് മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ നെഞ്ചത്തടിച്ച് നിലവിളിക്കല്ല ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞിട്ട് ആ മാവ് അവിടെ വെച്ചിട്ട് പറയാണ്, മക്കളെ, കഴിഞ്ഞ നിമിഷം വരെ ഇത് നിങ്ങളപ്പാൻ്റെതായിരുന്നു. ഈ നിമിഷം മുതൽ ഇതിന് അനന്തരാവകാശിയുണ്ട്. ഈ ഗോതമ്പ് മാവിന് അനന്തരാവകാശിയുണ്ട്. ഒരാൾ മരിക്കണതോടുകൂടെ അയാളുടെ സർവ്വസ്വത്തിലും അനന്തരാവകാശിയുണ്ട്. വാപ്പാക്ക് ഇത്രേ, ഉമ്മാക്ക് ഇത്രേ, മക്കൾക്ക് ഇത്രേ, ഭാര്യക്ക് ഇത്രേ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം കഴിക്കാൻ. ഈ മനോനിലയിലേക്ക് അവരെത്തിയത് എന്തുകൊണ്ടാണ്? കച്ചവടത്തിന് യാത്ര പുറപ്പെടുന്ന ഭർത്താവിനെ പിടിച്ചു നിർത്തിയിട്ട് നഹ്നു നസ്ബിറു അലൽ ജൂ വല നസ്ബിറു അലൻ നാർ, ഞങ്ങൾ തീ ക്ഷമിച്ചുകൊള്ളാം, പക്ഷേ ഞങ്ങൾ വിശപ്പ് ക്ഷമിച്ചുകൊള്ളാം, ഞങ്ങൾക്കൊരിക്കലും തീ ക്ഷമിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഹലാലു മാത്രം സമ്പാദിച്ചാൽ മതി എന്ന് ഭർത്താവിനെ ജോലിക്ക്, കച്ചവടത്തിന് ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രക്ക് പറഞ്ഞേക്കുമ്പോ പറയണേ, ഭാര്യമാരുണ്ടായത് എങ്ങനെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാര്യമാരുണ്ടായത് എങ്ങനെയാണ്? അതിന്റെ കാരണം അതാണ്. അതിഥി വീട്ടിലെത്തിയപ്പോൾ അതിഥിക്ക് ഭക്ഷണമില്ലെന്ന് പറഞ്ഞപ്പോൾ മക്കളെ കിടത്തി ഉറക്കാനും കിടത്തി ഉറക്കിയ മക്കൾ ഉറങ്ങിയതിന് ശേഷം ഭക്ഷണം വിളമ്പാനും, ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ഞാൻ വിളക്കൂതിക്കൊള്ളാം, പിന്നെ വിളക്ക് കത്തിക്കാൻ ഇവിടെ സംവിധാനമില്ലെന്ന് നീ പറയണം, എന്നിട്ട് അതിഥി കഴിക്കട്ടെ, ഞാൻ ആംഗ്യം കാണിച്ചു കൊള്ളാമെന്ന മനോനിലയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ? അവിടെ പരലോകമെന്ന ഉന്നതമായ ബോധ്യം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇന്നലെ വൈകുന്നേരം ഒരു ചെറുപ്പക്കാരന്റെ മരണവാർത്ത ഞാൻ അറിഞ്ഞു. എന്റെ ബന്ധുവാണ്. പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാത്ത ആള്, രാവിലെ കുട്ടീനെയൊക്കെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി സ്കൂൾക്ക് പറഞ്ഞയച്ച് പോയ ആള് വൈകുന്നേരം 5 മണിയായപ്പോഴത്തേന് മയ്യത്തായി. വീട്ടിലെ കരച്ചിൽ ഇപ്പോഴും തീർന്നിട്ടില്ല. വാപ്പ പള്ളിക്കൊന്നും പോന്നിട്ടില്ല. ഞാൻ മോനും എടുക്കാണ്, ഞാനിവിടെ നിൽക്കാണ്. വാപ്പാനെ പലരും വിളിച്ചു, ഞാൻ അവന് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ ഖബറിൽ പാപമോചനം കൊടുത്ത് അവന് അർഹമായ അവസ്ഥ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഇന്ന് നേരം വെളുത്ത നമ്മൾ ഇന്ന് വൈകുന്നേരം ആകുന്ന ഒരു ഉറപ്പില്ല. പെരുന്നാളിന് വാങ്ങി വെച്ച ഡ്രസ്സൊന്നും ധരിക്കുന്ന യാതൊരു ഉറപ്പില്ല. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമക്കുണ്ടായ ആശങ്ക നമുക്കുണ്ടാകുവോളം പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്കുണ്ടായ ആശങ്ക നമുക്കുണ്ടാകുവോളം പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ പരിമിതി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരും ഇതിനെ ഗൗരവത്തിൽ എടുക്കണം. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആശങ്കപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു എന്നറിയോ? അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ കാര്യമായിരുന്നു. ഉപ്പാന്റെ കാര്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉപ്പയും അദ്ദേഹം കണ്ടുമുട്ടുന്ന കാര്യം നേരത്തെയും ഖുതുബയിൽ നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൂടി നമ്മൾ അനുസ്മരിക്കുകയാണ്. യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ. സ്വന്തം ഉപ്പ ആസറിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരലോകത്ത് കണ്ടുമുട്ടും. വഅലാ വജ്ഹി ആസറ ഖതറത്തുൻ വഗബറത്തുൻ. ആസറിന്റെ മുഖത്ത് ദുഃഖഭാവം ഘനീഭവിച്ചിട്ടുണ്ട്, വിഷമമുണ്ട്. ഫയഖൂലു ലഹു ഇബ്രാഹിമു, ഇബ്രാഹിം നബി സ്വലാം അദ്ദേഹത്തോട് ചോദിക്കും, അലം അഖുൽ ലക ലാ തുഅസീനി, ഉപ്പ എന്നെ ധിക്കരിക്കരുതേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഫയഖൂലു അബൂഹു, അപ്പൊ വാപ്പ പറയും, ഫല്യൗമ ലാ ഉഅസീക്, ഇന്ന് ഞാൻ നിന്നെ ഒരിക്കലും ധിക്കരിക്കുകയില്ല. ഫയഖൂലു ഇബ്രാഹിം, അപ്പൊ ഇബ്രാഹിം പറയും, യാ റബ്ബി ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് എന്നെ നീ വശലാക്കില്ലെന്ന ഉറപ്പെനിക്ക് നൽകിയിട്ടുണ്ട്. ഫഅയ്യു ഖിസിയിൻ അഖ്സാ മിൻ അബിയൽ അബ്അദ് ഫയഖൂലു അല്ലാഹു തആല ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. എന്റെ ഉപ്പ നരകത്തിൽ പോയിട്ട് ഞാൻ സ്വർഗ്ഗത്തിൽ പോണത് എനിക്ക് അപമാനമല്ലേ പടച്ചോനെ എന്ന് ചോദിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഇബ്രാഹിം അലൈഹി സ്വലാമക്ക് അല്ലാഹു കൊടുക്കുന്ന ഉത്തരം. ഏത് ഇബ്രാഹിം? 17-ാം വയസ്സിൽ നുബൂവത്ത് നൽകി, നുബൂവത്തിന്റെ കൂടെ റിസാലത്ത് നൽകി, റിസാലത്തിന്റെ കൂടെ ഉലുൽ അസ്മിൽ പെടുത്തി, അതോടൊപ്പം ലോകത്തിന്റെ ഇമാമാക്കി, ലോകത്തിന് മാതൃകയാക്കി, ലോകത്തിന്റെ സൃഷ്ടി രഹസ്യങ്ങളെ കാണിച്ചു കൊടുത്തു. ഇബ്രാഹിമിൽ മാതൃകയുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അള്ളാഹുവിന്റെ കൂട്ടുകാരനാക്കി, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ, അംഗീകാരങ്ങൾ കൊടുത്ത അതേ ഇബ്രാഹിം അലൈഹി സ്വലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, കാഫിറുകൾക്ക്, ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ വരാത്തവർക്ക്
ഞാൻ നരകത്തെ സ്വർഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, യാ ഇബ്രാഹിമു മാ തഹ്ത റിജ്ലൈക്, നിന്റെ കാലിന്റെ താഴെ നോക്കി ഇബ്രാഹിം. അപ്പോഴോ ഫയൻദുർ, അപ്പൊ അദ്ദേഹം നോക്കുന്നു, ഫൈദാ ഹുവ ബി ദിബ്ഹിൻ മുൽതതിഖിൻ ഫയൂഖദു ബിഖവാഇമിഹി ഫയുൽഖാ ഫിന്നാർ, ഒരു വൃത്തികെട്ട ജന്തുവായി മാറിയിരിക്കുന്നു, അതിനെങ്ങനെ പിടിച്ച് നരകത്തിലേക്കാണ് ഇട്ടു എന്നാണ്. ഏത് ശൈഖ് നമ്മളെ നരകത്തിൽ രക്ഷിക്കുന്ന നമ്മൾ വിചാരിക്കണേ? ഏത് ഔലിയപ്പാപ്പാന്റെ ഔദാര്യത്തിൽ കഴിച്ചിലാകുന്ന നമ്മൾ വിചാരിക്കണേ? ഏത് മാലയും ഏടും നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് നമ്മൾ വിചാരിക്കണേ? ആര് സഹായത്തിനെത്തുന്നാണ് നമ്മൾ വിചാരിക്കണേ? ആര് നമുക്ക് വേണ്ടി ശുപാർശ പറയുന്ന വിചാരിക്കണേ? മുന്നിൽ നിൽക്കുന്ന വാപ്പാക്കു വേണ്ടി സാക്ഷാൽ ഇബ്രാഹിം അലൈഹിസ്സലാം സാക്ഷ്യം പറഞ്ഞിട്ട്, അഭ്യർത്ഥിച്ചിട്ട്, പ്രാർത്ഥിച്ചിട്ട് പടച്ചവൻ ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ അതാണ് തൗഹീദിന്റെ ശക്തി. തൗഹീദില്ലാത്ത വ്യക്തി രക്ഷപ്പെടില്ല സുഹൃത്തുക്കളെ. ഏത് നബി ആവശ്യപ്പെട്ടാലും രക്ഷപ്പെടൂല എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഈ ഒരു സംഗതി യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ നൊമ്പരമായിരുന്നു അത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ? മക്കളെ കാര്യമാണ്. വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ നഅ്ബുദൽ അസ്നാം, പടച്ചോനെ എന്നെയും എൻ്റെ സന്തതി പരമ്പരകളെയും നീ വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തി രക്ഷിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തതെന്നറിയോ? വാപ്പാക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയെ കുറിച്ച് പറയാണ്. വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിമ ലിഅബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹ ഇയ്യാ, അദ്ദേഹം സ്വയം നിശ്ചയിച്ച ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു ഇസ്തിഗ്ഫാർ ആയിരുന്നു അത്. ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു, അല്ലാഹുവിന്റെ ശത്രുപക്ഷത്താണ് ഉപ്പയെന്ന് മനസ്സിലായപ്പോ, അള്ളാഹ് അദ്ദേഹത്തിന് തിരിച്ചറിവ് കൊടുത്തപ്പോ പ്രാർത്ഥനയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം സ്വയം താൻ ശിർക്കിൽ അകപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിട്ടുണ്ട്, വിഗ്രഹാരാധനയിലേക്ക് എത്തുമോ എന്ന് ഭയന്നിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളെയും വിലയിരുത്തണം. മഹാരോഗം വീട്ടിൽ വന്നു, കുട്ടി അങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, വയറ്റുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് ഒരാളെ ഒരു ഏലസം കൊണ്ടുവന്നാല് ഇതുകൊണ്ട് തീരട്ടെ, കഴിഞ്ഞു, ഖലാസ്. ബാധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. അവിടെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ ചിന്തിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മറ്റൊരു ആശങ്ക, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ, പടച്ചോനെ എന്നെയും എൻ്റെ സന്തതി പരമ്പരകളെയും നീ നിസ്കരിക്കണവരാക്കണം എന്നല്ല, നിസ്കാരം നിലനിർത്തണവരാക്കണം എന്നാണ്. നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം അത് പടച്ചോൻ പറഞ്ഞ ക്രമത്തിൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെയാണോ നിങ്ങളെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിക്കണം. കാരണം ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് പ്രവാചകനെ നിസ്കരിച്ചാൽ കാണിച്ചു കൊടുത്തു, അത് അതേപോലെയാണ് പകർത്തണം റസൂലുള്ളാഹി ചെയ്തത്, അത് അതേപോലെയാണ് പറഞ്ഞു തരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നിസ്കാരം നിലനിർത്തുന്ന പറഞ്ഞാൽ നമുക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിൽ തകരാറുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോലും ആശങ്കപ്പെട്ട, റബ്ബിന്റെ മുന്നിൽ പ്രത്യേക വിഷയമായി എടുത്തുയർത്തിയ കാര്യമാണിത്, യാതൊരു സംശയമില്ല. മറ്റൊന്ന് മക്കൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന എന്നുള്ളതാണ്, അല്ലെ? അദ്ദേഹം അവരെ മക്കത്ത് ഉപേക്ഷിച്ച് പോരുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. ഒരു ബേജാറുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞേ ദുന്യാവിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയില്ല. ഒരാട്ടിൻ കുഞ്ഞു പോലും ഇല്ലാത്ത കഅബാലയത്തിന്റെ അരികത്ത്, ഒരാട്ടിടയനെ പോലും കണ്ടിട്ടില്ലാത്ത കഅബാലയത്തിന്റെ അരികത്ത് കൈത്തണ്ടയിലുള്ള അമ്മിഞ്ഞപ്പാലിന്റെ പ്രായത്തിലുള്ള മകനെയും ഭാര്യയും ഉപേക്ഷിച്ചു പോരുമ്പോ അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കണ പോലും ഇല്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജറ ചോദിക്കുന്നത്, അള്ളാഹു നിങ്ങളോട് ഇത് കൽപ്പിച്ചിട്ടുണ്ടോ? നഅം എന്ന് മാത്രം പറഞ്ഞു. എങ്കിൽ ഇബ്രാഹിം പൊയ്ക്കോളൂ, അള്ളാഹ് ബാക്കി നോക്കിക്കോളൂ, അല്ലേ? അള്ളാഹ് നോക്കി. നമ്മൾ സഫക്കും മറവക്കും ഇടയിൽ നമ്മൾ ഓടുമ്പോ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഒരു ഉമ്മ മരിക്കാനൊരുങ്ങുന്ന തന്റെ കുഞ്ഞിനു വേണ്ടി നടത്തിയ ധീരമായ ശ്രമമാണ്. അതിന്റെ അടയാളം ചരിത്രത്തിന് ബാക്കി വെച്ചു. മൗ സംസം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാലിട്ടടിച്ചു കൊടുത്തുണ്ടായതാണ് നമ്മൾ പഠിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ജിബ്രീലിന്റെ ചിറകുകൾ കൊണ്ട് കുഴിച്ചെടുത്ത ഇടമാണ് സംസം. ഹദീസിലെ സ്വഹീഹായ പ്രയോഗം അങ്ങനെയാണ്. അത് പറ്റണില്ല.
മാവു സംസം ലിമ ശുരിബലഹു എന്നാണ്. സംസം വെള്ളം എന്തിനു വേണ്ടി കുടിച്ചത് കിട്ടുന്നതാണ്. എന്തിനു വേണ്ടിയാണ് കുടിക്കുന്നത് അത് കിട്ടും. അത് വിശ്വാസപൂർവ്വം നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടും എന്നാണ്. മാവു സംസം ആ കിണറിന്റെ അപ്പുറത്ത് വേറെ കിണറുണ്ടെങ്കിൽ കിട്ടൂല. അതിന്റെ 100 മീറ്റർ അപ്പുറത്ത് വേറെ കിണറുണ്ടെങ്കിൽ അതിന് ബാധകല്ല. അതുകൊണ്ട് മാവു സംസത്തിന്റെ മസല പറഞ്ഞിട്ട് നാട്ടിലെ മുഴുവൻ എടുത്തുനിന്ന് ഊതിക്കൊണ്ടിരുന്ന വെള്ളത്തിന് ഹുക്കുമ് പറയണ്ടായിരുന്നു. മനസ്സിലല്ലേ? അത് മാവു സംസത്തിന് പറഞ്ഞാണ്. അപ്പുറത്ത് വേറെ കിണർ കുത്തിയിട്ട് ഇതിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് ചെല്ലാനുണ്ട്, ഇല്ല, ഹലാസ് കഴിഞ്ഞു. അത് അവിടെ ചുരുക്കപ്പെട്ട വിഷയമാണ്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കാര്യങ്ങൾ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കണം. ഒരു ഈദിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു പുതിയ വസ്ത്രമൊക്കെ എടുക്കാൻ സാവകാശമുള്ളവരൊക്കെ എടുക്കുക, സുന്നത്താണ്. ഒരു പുത്തൻ വസ്ത്രം ധരിക്കല്, പുത്തൻ വസ്ത്രം ധരിക്കല് സുന്നത്താണ്. ഭക്ഷണം കഴിക്കാതെയാണ് മുസല്ലയിലേക്ക് പുറപ്പെടേണ്ടത്. വരുന്നതൊരു വഴി കൂടി പോണത് ഒരു വഴി കൂടി ആക്കുന്നത് അഫ്ദലാണ്. മുസല്ലയിലാകുമ്പോൾ അവിടെ സുന്നത്ത് നിസ്കാരം ഇല്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് രാവിലെ നിസ്കാരം തുടങ്ങാവുന്ന അവസാന സമയം വരെയും ഈദ്ഗാഹ് തന്നെ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരം നിസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇനി പറ്റില്ലെങ്കിൽ നമ്മൾ നേരെ പള്ളിയിൽ വന്ന് നിസ്കരിക്കും. നമുക്ക് ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ. പ്ലാനൊക്കെ അങ്ങനെ ഉണ്ടാക്കി മുന്നോട്ട് പോവാന്നാണ് ഇൻഷാ അല്ലാഹ് യോഗം കൂടി തീരുമാനിച്ചിട്ടുള്ളത്. അള്ളാഹു ഈദ്ഗാഹത്തിൽ തന്നെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം ഈദ്ഗാഹിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ പ്രവാചകൻ ഹൈള് ഉള്ള സ്ത്രീകളോടും അടക്കം പുറപ്പെടാൻ അമറാന്നാണ്, കൽപ്പിച്ചു എന്നാണ്. കൽപ്പിച്ചു തന്നെയാണ്. കുന്നനു ഉമറു അന്നുഖറജ, ഞങ്ങളോട് പുറപ്പെടാൻ കൽപ്പിച്ചിരുന്നു. വസ്ത്രം അല്ലെങ്കിൽ അയലോകത്തെ പെണ്ണിന്റെ അടുത്തുനിന്ന്, തലമറക്കാൻ വസ്ത്രം അല്ലെങ്കിൽ അയലോകത്തെ പെണ്ണിന്റെ അടുത്ത് കടം വാങ്ങിയിട്ട് പുറപ്പെടാൻ പറഞ്ഞിരുന്നതാണ്. അത്ര കണിച്ചാണ്. അതിന്റെ അർത്ഥം ഫർലാണെന്നല്ല, അത്ര ഗൗരവമുണ്ട് എന്നാണ്, സുന്ന മുഅക്കദാണെന്നാണ്. ബാക്കിയുള്ള അതിന്റെ കാര്യങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് അവരൊക്കെ പങ്കെടുപ്പിക്കുക. ഒരു ഐബിന്റെ ആവശ്യമില്ല. നമ്മൾ മാറി നിൽക്കുക, ഖുത്ബ കേൾക്കുക, നിസ്കാരത്തിന്റെ സമയത്ത് മാറി നിൽക്കുക. പള്ളിയിലാണെങ്കിലും നമുക്ക് പുറത്തുവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം, അവർക്ക് ഖുത്ബ കേൾക്കാം, അല്ലേ? അതല്ലാതെ ഇങ്ങനെ ഓരോ ബിരിയാണി വെക്കുന്ന ആൾക്കാർ മാത്രമായിട്ട് നമ്മൾ പെണ്ണുങ്ങൾ മാറരുത് എന്ന് എന്ത് ചെയ്യാണ്, പ്രത്യേകം ഉണർത്തുകയാണ്. പിന്നെ അന്നത്തെ ദിവസം സ്വതക്കൊക്കെ ഒരു വലിയ മഹത്വമുണ്ട്. പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സ്വതക്കയാണ്. അപ്പൊ ആ സ്വതക്ക ഒരു ചെറിയ പൈസ എല്ലാവരും മനസ്സിൽ കരുതുക. പിരിവിന് വേണ്ടിയിട്ടല്ല. നമ്മൾ നിസ്കരിക്കണ പോലെ പുത്തൻ വസ്ത്രം ധരിക്കണ പോലത്തെ ഒരു പുണ്യാണ് എന്ത്, അന്ന് റസൂലുള്ള പെണ്ണുങ്ങളോടാണ് പ്രത്യേകിച്ച് സ്വതക്കന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ആണുങ്ങൾ കുറച്ച് പൈസയൊക്കെ പെണ്ണുങ്ങളെടുത്ത് കൊടുക്കുക. ആണുങ്ങൾ കുറച്ച് ഇടുന്ന കുറഞ്ഞാലും പെണ്ണുങ്ങളാണ് തോന്നിടേണ്ടത്, ഒരു പൈസ കൊടുക്കുക. പെണ്ണുങ്ങളെ നിങ്ങൾ സ്വതക്ക കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും വേണ്ടി പരസ്പരം നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് കൂടി ഓർമ്മിപ്പിക്കണം. ഉളുഹയ്യത്ത് അന്ന് തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇറക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഉളുഹയ്യത്തിന്റെ സംഖ്യയിൽ കൊടുത്ത ആളുകൾ മാത്രമല്ല, അതിൽ പങ്കെടുക്കാറുണ്ട്. എന്താ, ചില ആൾക്കാരെ മുറിച്ചാനും വെട്ടാനും എടുക്കാനും ഒക്കെ പങ്കെടുക്കലേക്കാണ്. ഒരു ചിലപ്പോൾ ഇപ്രാവശ്യം ഇറക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പറ്റണ പോലെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ ഇവിടുത്തെ സഹപ്രവർത്തകരൊന്ന് അറിയിച്ച് കറക്റ്റ് സമയം അവർ നിങ്ങൾക്ക് പറഞ്ഞവർ എത്തേണ്ട സമയം. അവിടെ കെട്ടലും ഒരുപാട് പണികളുണ്ട്. കുറച്ച് നമുക്ക് 2-3 എണ്ണേ ഉള്ളൂ. എന്നാൽ പോലും വൃത്തിക്കാ കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവന്റെ മൂമിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾക്ക് സന്തോഷപൂർവ്വം ഈദ് ആഘോഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ഒരു വലിയ അഗ്നിബാധയുടെ വാർത്ത നമ്മൾ കേൾക്കേണ്ടായി. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയെല്ലാം ഇങ്ങനത്തെ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം ദുരന്തം അനുഭവിച്ചവരുടെ കുടുംബങ്ങളിൽ അള്ളാഹു മനഃശാന്തിയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചത്തെ അള്ളാഹു നൽകുമാറാകട്ടെ. ഹജ്ജ് പരിപൂർണമായ രീതിയിൽ പൂർത്തീകരിച്ച് നിർവഹിക്കാനുള്ള അവസ്ഥ അള്ളാഹു എല്ലാ നിലക്കും ഹാജിമാർക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും ഒക്കെ അള്ളാഹു ആ സംവിധാനത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.